പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ പരനാറി സർക്കാരിന്, അഴിമതി സർക്കാരിന് ആശാ ആരോഗ്യ പ്രവർത്തകരുടെ വേദനകളും യാതനകളും കണ്ണീരും കാണാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ഇന്ന് ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന NDA സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് എന്ന പാർട്ടി. നാഷണലിസ്റ്റ് വനിതാ കോൺഗ്രസ് തലസ്ഥാന നഗരിയിൽ സമരം ചെയ്യുന്ന ആശാ ആരോഗ്യ പ്രവർത്തകരായ അമ്മമാർക്കും സഹോദരിമാർക്കും പിന്തുണയാകാനും അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുവാനുമാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ ആശാ ആരോഗ്യ പ്രവർത്തകരുടെ സമരം തുടങ്ങിയിട്ട് ഇന്ന് 33 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ദുർഭരണത്തിന് ആശാ ആരോഗ്യ പ്രവർത്തകരുടെ സമരം കാണാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ പരനാറി സർക്കാരിന്, അഴിമതി സർക്കാരിന് ആശാ ആരോഗ്യ പ്രവർത്തകരുടെ വേദനകളും യാതനകളും കണ്ണീരും കാണാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ഈ പിണറായി അഴിമതി സർക്കാർ സുഖമില്ലാത്ത അമ്മമാരെയും മക്കളെയും നോക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ആശാ ആരോഗ്യ പ്രവർത്തകർ കൊടും ചൂടത്തും മഴയത്തും ഇവിടെ സമരം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കോവിഡ് എന്ന മഹാമാരി വന്നപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലെത്തി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ ആശാ ആരോഗ്യ പ്രവർത്തകരെന്ന് നമുക്കറിയാം. ഇന്ന് കേരള ജനത മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനങ്ങളും ഈ സമരത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാഷണലിസ്റ്റ് കേരള വനിതാ കോൺഗ്രസ് ഈ ആശാ ആരോഗ്യ പ്രവർത്തകരായ അമ്മമാരോടും സഹോദരിമാരുടെയും അവകാശങ്ങൾ നേടും വരെ കൂടെയുണ്ടാകും. അതുകൊണ്ട് അവർക്ക് പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പിന്തുണയുമായി എത്തുകയാണ്. എന്നിട്ടും ഈ പിണറായി വിജയൻ്റെ അഴിമതി സർക്കാർ ഇത് കാണാതിരുന്നാൽ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പ്രവർത്തകരും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് ഈ ആശമാരുടെ സമരം 34ാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുകയാണ്. സകല ആശകളും തകർന്ന് ഇനി മുന്നോട്ടുള്ള വഴി അടഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് ഈ 34 ദിവസവും ഈ അമ്മ പെങ്ങന്മാർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ധർണയുമായി തുടർന്ന് വരുന്നത്. നമ്മൾ ഇവരുടെ സേവനം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതാണ് കോവിഡ് കാലഘട്ടത്തിൽ. നാടിൻ്റെ സ്പന്ദനമറിയുന്ന, ഗ്രാമാന്തരങ്ങളുടെ സ്പന്ദനമറിയുന്ന ഈ അമ്മമാർ ഇവർ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ചെയ്ത ജോലിയുടെ കൂലി മാത്രമേ ചോദിച്ചുള്ളൂ. ഇത്തിരി മുമ്പേ ഇവിടെ ഒരു പാട്ട് പാടുകയുണ്ടായി, കല്ലാണ് നെഞ്ചിലെന്ന്. ഒരു കരിങ്കല്ലിൻ്റെ കഷ്ണമെങ്കിലും അവസാനിക്കുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ, അതെങ്കിലും ശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ സർക്കാർ ഇവരുടെ ഈ സമരം കണ്ടേനെ, അതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചേനെ. പക്ഷേ ഇന്ന് ഈ 34ാം ദിവസവും അവർ പരസ്പരം പഴിചാരി ഇവരുടെ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇനി 17ാം തീയതി എല്ലാ ആശമാരും കൂടെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ്. ഈ ഒരു സമരം ഇതെന്താണെന്ന് ഒന്ന് കണ്ണു തുറന്ന് കാണാനുള്ള ഒരു മനസ്സ് നമ്മുടെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒന്നും ഇല്ലാതെ പോയല്ലോ എന്നൊരു സങ്കടം മാത്രമാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കുള്ളത്. ഈ രീതിയിൽ നമുക്കൊരു ആപത്ത് വരുമ്പം സഹായിക്കുന്നവരെയാണ് നമ്മൾ സുഹൃത്തായി കാണേണ്ടത്. ഇത് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന കാര്യമാണ്. നമുക്ക് ആപത്തുകൾ വന്ന സമയങ്ങളിലെല്ലാം കുടുംബങ്ങളിൽ ഓടിയെത്തി അവർക്ക് ആശ്വാസമായിരുന്ന ഈ ആശമാർ ഇവർ ചെയ്ത വേതനത്തിനായി ഈ 34ാം ദിവസവും ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ധർണ നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അവരുടെ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ കൂടുതലായി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ സമരത്തിന് എല്ലാ പിന്തുണയും NPPയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്.